ഹരേ കൃഷ്ണ. ഇന്ന് പൊന്നുണ്ണി സ്വർണ്ണപ്പടികളോടുകൂടിയ ഊഞ്ഞാലിലിരുന്ന് ആടുന്ന രൂപത്തിലാണ്. കുഞ്ഞിക്കാലുകളിൽ പൊൻതളകൾ ചാർത്തിയിട്ടുണ്ട്. കുംഭയോട് ചേർന്ന് കിങ്ങിണിയുള്ള അരിഞ്ഞാണമുണ്ട്. പട്ടുകോണകം ഞൊറിഞ്ഞുടുത്തിട്ടുണ്ട്. വളയം പോലൊരു മാലയും മാങ്ങാമാലയും ചാർത്തിയിട്ടുണ്ട്. കൈവളകളും തോൾവളകളും ചാർത്തിയിട്ടുണ്ട്. പൊന്നിൻ കിരീടം വെച്ചിട്ടുണ്ട്. സ്വർണ്ണഗോപി വെച്ചിട്ടുണ്ട്. സ്വർണത്തിൻ്റെ കടുക്കൻ കാതുകളിൽ കാണുന്നുണ്ട്. ഉണ്ടമാല, നല്ല ഭംഗിയോട് കൂടിയൊരു ഉണ്ടമാലയുണ്ട്. തിരുമുടി മാല 2 എണ്ണമുണ്ട്. അതിൻ്റെ മുകളിൽ പൈൽപ്പീലിയും ചാർത്തിയിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ആ കാലിൽ പൊൻതളകളൊക്കെ ചാർത്തി, പൊന്നരിഞ്ഞാണമിട്ട്, പൊൻവളകളൊക്കെ വെച്ച്, പൊന്നിൻ കിരീടവും ചൂടി, അതിന്മേൽ മയിൽപ്പീലിയും വെച്ച് ആനന്ദത്തിലിരുന്ന് ഊഞ്ഞാലാടുകയാണ് ഭക്തരെ അനുഗ്രഹിക്കാൻ ഉണ്ണിക്കണ്ണൻ. നിങ്ങളോരോരുത്തരും മാനസ പൂജ ചെയ്തോളൂ. ഊഞ്ഞാലിലിരിക്കുന്ന നമ്മുടെ ഉണ്ണിക്കണ്ണനെ നമ്മളിങ്ങനെ മനസ്സിലങ്ങോട്ട് കണ്ടിട്ട് നമ്മൾ മനസ്സുകൊണ്ട് ആ കുഞ്ഞിക്കാല് മുതൽ ആ തിരുമുടി വരെ ഇങ്ങനെ പൂജ ചെയ്യുക. എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവും. സർവ്വ ഐശ്വര്യങ്ങൾക്കും കാരണഭൂതനാണ് ഗുരുവായൂരപ്പൻ. നിങ്ങളുടെ എന്ത് സങ്കടം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയോടും അച്ഛനോടും പറയുന്ന പോലെ, കൂടപ്പിറപ്പിനോട് പറയുന്ന പോലെ, അല്ലെങ്കിൽ ഒരു സുഹൃത്തിനോട് പറയുന്ന പോലെ കണ്ണനോട് പറയാം. ഏറ്റവും വലിയ നാമജപത്തിനേക്കാളും കണ്ണൻ ഇഷ്ടം നിങ്ങൾ ഭഗവാനോട് സംസാരിക്കുന്നതാണ്. നിങ്ങൾ ഭഗവാനോടൊന്ന് സംസാരിച്ച് നോക്ക്. നിങ്ങൾ എത്ര വലിയ ഗീത വായിച്ചാലും എന്തൊക്കെ സഹസ്രനാമങ്ങൾ ചൊല്ലിയാലും കിട്ടുന്നതിൻ്റെ 10 ഇരട്ടി അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കും. എങ്ങനെ? ഭഗവാനോട് സംസാരിച്ചാൽ. സംസാരിക്കുന്നേ, നമ്മൾ സംസാരിക്കുന്ന കേൾക്കാനാണ് നമ്മുടെ ഭഗവാൻ ഇഷ്ടം. നമ്മുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും പരാതികളും കുശുമ്പും കുനായ്മയും എല്ലാം നമുക്ക് പറയാനുള്ള ഇടമാണ് നമ്മുടെ ഗുരുവായൂരപ്പൻ. അപ്പോൾ എല്ലാവരും ഗുരുവായൂരപ്പനെ വിളിക്കുക.